പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ബാക്ക് ടു കടം പറയാർ. ഏത് സമയം ഇവിടെ സൂര്യൻ ഉദിക്കാം. പക്ഷെ സൂര്യൻ ഉദിക്കുന്ന ദിക്ക് ഏതാ, ദിശ ഏതാ ഇപ്പോഴും പിടികിട്ടുന്നില്ല. രാഹുൽ വി എസ് പറയുന്നത് കിഴക്ക് അവിടാന്ന് പറയുന്നു, അനൂപ് പറയുന്നത് അവിടെ പടിഞ്ഞാറാന്ന് പറയുന്നു, ഡയസ് പറയുന്നത് അങ്ങോട്ടാന്ന് പറയുന്നു, ജിഷ്ണു പറയുന്നത് അവിടാന്ന് പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ വി പി ജയരാജൻ പണ്ട് കേരളയിൽ സമരകാലത്ത് പറഞ്ഞ തെക്ക് വടക്ക് വിരദോഷികൾ എന്ന് പറയുന്ന ഇതാന്ന് തോന്നുന്നു. മൊത്തത്തിൽ ദിക്കറിയാതെ ദിശ അറിയാതെ നമ്മളിങ്ങനെ കടം പറയാറിന്റെ തീരങ്ങളിൽ അലയുകയാണ് സുഹൃത്തുക്കളെ. ഈ തെക്ക് വടക്ക് വിവരദോഷികൾ എന്ന് പറയുന്നത് നമ്മളെ കൂടെ ചേർത്ത് 6 പേരെയാണ് കേട്ടോ. അല്ലെങ്കിൽ വിചാരിക്കും നമ്മള് പാവൻ രാഹുലിനെയും ഡയസിനെയൊക്കെ. അപ്പൊ നമ്മൾ ആത്മവിമർശനമായി ഇവിടെ വരുമ്പോൾ കിഴക്കേതാണ് കണ്ടുപിടിക്കാൻ കഴിയാത്ത മാറണം എന്ന് പറഞ്ഞാൽ അവിടെ നല്ല കടം പറയാറാണ്. എങ്ങോട്ടൊക്കെ നോക്കി കിടന്നാൽ കടം പറയാറിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചാണ് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗുസ്തി താരം ബജ്രംഗ് പൂനിയയ്ക്ക് 4 വർഷത്തേക്കാണ് വിലക്ക്. ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചു എന്നൊക്കെയാണ് പറയുന്നത്, അല്ലേ? അതെ. ബൽറാം നെടുങ്ങാട് വീണ്ടും ബൽറാം വീണ്ടും വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ബജ്രംഗ് പൂനിയയുടെ കേസിൽ ഇപ്പോൾ സസ്പെൻഷൻ കൂടി വന്നിരിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയവും ഉണ്ടല്ലോ, ഈ മറ്റ് നടപടികൾക്കൊക്കെ അപ്പുറമായി രാഷ്ട്രീയം സംശയിക്കപ്പെടാം. പ്രത്യേകിച്ച് ബജ്രംഗ് പൂനിയ കോൺഗ്രസ് വേദികളിലൊക്കെ അടുത്ത ദിവസങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വളരെ സജീവമായി കോൺഗ്രസ് പാർട്ടിയോടൊപ്പം ഉണ്ട്. അപ്പോൾ അതിലൊരു രാഷ്ട്രീയമുണ്ടോ എന്ന് സംശയം സ്വാഭാവികമാണ്. ബൽറാം, വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഹാഷ്മി. ബജ്രംഗ് പുനിയ ഇപ്പോൾ രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം കോൺഗ്രസിൽ അംഗത്വം എടുത്തിരിക്കുന്നു. എന്നാൽ ഈ കേസിന്, ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് ആരോപിക്കാൻ കഴിയില്ല. കാരണം അതിന് ഏറെ മുമ്പ് കഴിഞ്ഞ ഈ വർഷം ഏപ്രിലിൽ നടന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബജ്രംഗ് പുനിയയെ നാഡയുടെ അച്ചടക്ക സമിതി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ട്രയൽസിനിടെ ഉത്തേജക പരിശോധന നൽകുന്നതിനായി സാമ്പിളുകൾ നൽകാൻ വിസമ്മതിച്ചു എന്ന കുറ്റത്തിനാണ് ബജ്രംഗ് പുനിയയെ 4 വർഷത്തേക്ക് നാഡയുടെ അച്ചടക്ക സമിതി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി ബജ്രംഗ് പുനിയയ്ക്ക് ദേശീയ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ വിദേശ പരിശീലനം നേടണം എങ്കിലും അതിനും കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. തന്റെ പരിശീലനം തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം അടുത്ത കാലം വരെ വ്യക്തമാക്കിയിരുന്നത്. എങ്കിൽ പോലും അതിനുപോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. എന്തായാലും അദ്ദേഹം ഇത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. നേരത്തെ തന്നെ നാഡ ബജ്രംഗ് പുനിയയെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരുന്നു എങ്കിൽ പോലും അദ്ദേഹം ഈ വിഷയത്തിൽ മറുപടി കത്ത് നൽകുകയും താനുമായി ഔപചാരികമായ ആശയവിനിമയം ഉണ്ടായിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആ സസ്പെൻഷൻ താൽക്കാലികമായി പിൻവലിക്കുകയായിരുന്നു. ഈ സമിതിയുടെ നീക്കത്തിനെതിരെ തന്നെ ബജ്രംഗ് പുനിയ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. സാമ്പിളുകൾ നൽകാൻ വിസമ്മതിച്ചത് താൻ ഇത്തരത്തിൽ ഉത്തേജക മരുന്നുകൾ ഉപയോഗിച്ചതുകൊണ്ടല്ല, മറിച്ച് സാമ്പിളുകൾ പരിശോധിക്കാനായി നൽകിയ കിറ്റ് കാലഹരണപ്പെട്ട കിറ്റുകളാണ്. ഇത് താൻ ചോദ്യം ചെയ്തു. ഇതിന് ഒരു മറുപടി പോലും നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട ആരും തയ്യാറായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യം വെച്ചാണ് താൻ ഈ സാമ്പിൾ നൽകാൻ തയ്യാറാകാതിരുന്നത് എന്നാണ് ബജ്രംഗ് പുനിയ വ്യക്തമാക്കിയത്. എന്തായാലും പുതിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇതിന് രാഷ്ട്രീയ മാനവും കൈവന്നിരിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വർഷം നടന്ന ഈ ഗുസ്തിക്കാരുടെ പ്രതിഷേധം ഉറപ്പായും രാഷ്ട്രീയമാനമുണ്ട്. കാര്യം അവർ സമരരംഗത്ത് സജീവമായി നിന്നവരാണ്. അപ്പോൾ അവർക്കെതിരെ നീക്കം ഉണ്ടാകുമ്പോൾ അതിൽ രാഷ്ട്രീയം ആരോപിക്കപ്പെടും, സംശയിക്കപ്പെടും. അത് സ്വാഭാവികമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ കടം പറയാവുന്ന തീരങ്ങളിൽ നിൽക്കുകയാണ്. സൂര്യൻ ഇപ്പോഴും ഉദിച്ചിട്ടില്ല. ഇവിടെ പക്ഷേ നമുക്കവിടെ ഇവിടുത്തെ പക്ഷിമൃഗാദികൾ കൊണന്നു വരുന്നുണ്ട്. അവിടെ ഒരു സിമന്റ്, അല്ലേ, സിമന്റ് ഒരു കുഞ്ഞു നീലപ്പന്മാൻ അത് രസമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആരെയോ വെയിറ്റ് ചെയ്യാണ്, ആരെയോ കാത്തിരിക്കുകയാണ്, കൂട്ടുകാരെയോ ഒക്കെ കാത്തിരിക്കാൻ തോന്നുന്നു. അവിടെ ആരോഗ്യ സംരക്ഷണത്തോടൊപ്പം നമ്മൾ പ്രകൃതി ഭംഗി കൂടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുക എന്നൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരും ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയുന്നുണ്ട്, നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഈവനിങ് വാക്ക് കൂടെ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രേക്ഷകർ നമ്മുടെ കൂടെ കൂടും. അതാണല്ലോ ഇതിന്റെ ഒരു ശക്തി എന്നാണ് പറയുന്നത്. എന്തായാലും രാവിലെ പറയുന്നില്ല. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വേണമെന്നുണ്ട് ഈവനിങ് വാക്ക് പ്രേക്ഷകർ ഒരുപാട് പേർക്ക് തെങ്ങ് സൂക്ഷിച്ചു. ഓക്കെ, ഇവിടെ മുഴുവൻ തെങ്ങാണ്. അപ്പൊ ക്യാമറാമാർ ബാക്കിലോട്ട് നടക്കുകയാണ്. ബാക്കിലോട്ടൊക്കെ നമ്മൾ തെങ്ങും വാഴയും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് പറയാൻ നമുക്ക് ബാധ്യസ്ഥമാണ്, അല്ലേ? അതെ. നമ്മുടെ ആശാവി പറയുന്നുണ്ട്, എന്നെ കാണുന്നില്ല എന്ന് ചോദിച്ചതിൽ സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കത്തില്ലേ കാണാത്തവരെ. നമ്മുടെ രവികുമാർ ബി വന്ന് ഹാജർ വെച്ചിട്ടുണ്ട്. 8 മണി വരെ നമ്മളിങ്ങനെ നടന്നോണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ 7 മണിയാകുമ്പോൾ നമ്മുടെ കരുത്തനായ വർദ്ധിത വീര്യത്തോടുകൂടി നമ്മുടെ SKN അവിടെ എത്തും. അതിൽ 8 മണി വരെ നടക്കണം. രവിചേട്ടൻ പറഞ്ഞ രവിചേട്ടൻ രാവിലെ 6 മണി മുതൽ നമ്മുടെ കൂടെ നടക്കണം. അങ്ങനെ നമുക്ക് നടക്കാം. അതെ. എല്ലാ പ്രേക്ഷകരും ആരോഗ്യ സംരക്ഷണം, കാഴ്ചകൾ കാണുക, നല്ല വായു ശ്വസിക്കുക, ഇതൊക്കെ നമ്മുടെ ഉദ്ദേശമാണ്. അപ്പൊ നമുക്കിനിയും കോഴിക്കോട് നഗരത്തിലേക്ക് ഒന്ന് പോകണം. ആ കോഴിക്കോട് നഗരത്തിലെ പ്രമുഖ ജ്വല്ലറിയിൽ നിന്നും മാല മോഷണം പോയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയാണ് പോലീസ്. 6 പവന്റെ മാലയാണ് മോഷണം പോയത്. സ്വർണം വാങ്ങാൻ എന്ന വ്യാജേനയാണ് ഈ കക്ഷി
ആ ജ്വല്ലറിയിലെത്തി 6 പവന്റെ മാല അടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അതിന്റെ വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചെയ്യുന്നത് അതെ അല്ലേ? ഷഹദെ, വെരി 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 ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങാൻ എന്ന് പറഞ്ഞു വരുന്നു, മാല അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? വെരി 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 ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് ക്രിസ്റ്റീന. ഞാൻ നിൽക്കുന്നത് സരോവരം ബയോ പാർക്കിലാണ്, അല്ലെങ്കിൽ സരോവരത്താണ്. ഇവിടെ നിങ്ങളെപ്പോലെ ഒരുപാട് പേര് രാവിലെ വ്യായാമത്തിനൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ ചുറ്റിലും അത്തരത്തിൽ ഒരുപാട് ദൃശ്യങ്ങളാണ്. അപ്പം അതിനിടയിലാണ് ഇപ്പം ഞാൻ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാർത്തയിലേക്ക്, ജ്വല്ലറിയിലെ വാർത്തയിലേക്ക് പോകുന്നത്. അത് ഒരു കോഴിക്കോട് ജില്ലയിലെ എന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രമുഖമായിട്ടുള്ള ജ്വല്ലറിയാണ്. ആ ജ്വല്ലറിയിൽ കയറിയിട്ടാണ് ഒരു വീരൻ, അല്ലെങ്കിൽ ഒരു പഠിച്ച കള്ളൻ എന്ന് വേണം പറയാൻ. കാരണം അത്രയും അധികം സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഒരു ജ്വല്ലറിയാണ്. ആ ജ്വല്ലറിയിൽ കയറിയിട്ടാണ് 6 പവൻ്റെ മാല മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടാൽ മാന്യൻ എന്ന് തോന്നുന്ന ഒരാൾ തന്നെയാണ് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം നമ്മൾ CCTV ദൃശ്യം ഇപ്പം സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും. അപ്പം ആ ഘട്ടത്തിൽ ആ സ്ക്രീനിൽ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, കണ്ടാൽ മാന്യൻ എന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. സാധാരണഗതിയിൽ സ്വർണം എടുക്കാൻ എന്ന പേരിലാണ് ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ജ്വല്ലറിയിലെ സെയിൽസ്മാൻ കുറേ അധികം ഈ ചെയിന് കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ മാല കാണിച്ചു കൊടുക്കുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം പലതായിട്ട് തിരയുന്നു. അതിൽ നിന്ന് ഒരു മാല നൈസായിട്ടൊന്ന് അടിച്ചു മാറ്റി, എന്നിട്ട് അത് പോക്കറ്റിലിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇത് ആ ഘട്ടത്തിൽ അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വൈകിട്ട്, അതായത് രാത്രി ഇത് ഈ ക്ലിയറൻസ് സെറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓരോ സെയിൽസ്മാനും കൊടുക്കുന്ന സ്വർണം സെറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കെടുപ്പ് നടത്തുന്നത്. ആ ഘട്ടത്തിലാണ് ഈ മാല നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞിട്ടുള്ളത്. മിനിഞ്ഞാന്നാണ് ഈ സംഭവം നടക്കുന്നത്. നടക്കാവ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് എടുത്തിട്ടുള്ളത്. എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ വ്യക്തിയെ ആരെങ്കിലും അറിയുകയോ അല്ലെങ്കിൽ കാണുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം എന്നുള്ളതാണ് നടക്കാവ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കള്ളൻ അധിക ദൂരം പോകാനുള്ളൊരു ചാൻസ് ഒന്നും നിലവിൽ നമ്മൾ കാണുന്നില്ല. കാരണം കള്ളൻ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സ്വർണത്തിന് വലിയ വിലയുള്ള സമയമാണ്. 6 പവന്റെ സ്വർണ്ണമൊക്കെയാണ് അടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ പോലീസ് അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ അല്ലേ? അതെ, നമ്മുടെ പ്രേക്ഷകർ പറയുന്നത് പിന്നോട്ട് നടന്ന് മുന്നോട്ട് നയിക്കുന്ന ക്യാമറ ടീമിന് ഒരു അഭിപ്രായം. നല്ല രസമുണ്ട്, കുറെ പേര് അത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ കുറെ യുവാക്കളെ പോയി. രാവിലെ വന്നാണോ? എപ്പോ ഞങ്ങളൊരു 5 മണി സാധാരണ വരുന്നതാണോ? അല്ല, വെറുതെ ഇറങ്ങിയ. എവിടുന്നാ? ഞാന് ഇവിടെ കാക്കനാട് വർക്ക് ചെയ്യുന്നത്. ഗംഭീരല്ലേ സംഭവം? ഗംഭീരല്ലേ? ഓ, അടിപൊളി സ്ഥലം, അടിപൊളി. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി കൂടെയുള്ള യുവാക്കളെല്ലാം ഓടി മാറിയിരിക്കുകയാണ്. യുവാക്കളോട് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ തെങ്ങ് നോക്കൂ, അവിടെ അതൊരു കിളിയാണോ? എന്തൊരു കിളിയാണോ? അത് മലമുഴക്കി വേഴാമ്പലാണോ? അല്ലെന്ന് തോന്നുന്നല്ലേ? വേഴാമ്പലിനെ പോലെ ഷേപ്പിലുള്ള കിളിയാണ്. ആ കിളിയെ പിടിക്കോ? ആ കിളിയെ പിടിച്ച് കാണിക്കോ പ്രേക്ഷകരെ? അവിടെ ഒരു കിളി അവിടെ ഇരിപ്പുണ്ട്. അത് നമ്മളൊരു വേഴാമ്പൽ ലുക്ക്, മലമുഴക്കി അല്ലെങ്കിലും വേഴാമ്പൽ ലുക്കിൽ ഇരിക്കുകയാണത്. വേഴാമ്പലാണോ? ഈ സ്വർണം വാങ്ങാൻ പോയ ആള് വ്യാജേന എന്നാ പറഞ്ഞ പോലെ വ്യാജേന ഇരിക്കുന്ന മലമുഴക്കി വേഴാമ്പൽ എന്ന വ്യാജേന ആ ഭാവത്തിൽ ഇരിക്കുന്ന ഒരു പാവം കിളി. ശ്രദ്ധിച്ചോ? ആ കിളിയൊക്കെ വ്യാജം എന്നൊക്കെ എന്ത് വെച്ച് വിളിക്കുന്നു? പാവം അത് വല്ലതും അറിഞ്ഞോ? രാവിലെ പലരും ആരോപണങ്ങൾ ഉന്നയിക്കില്ലേ? ഒരു കിളിക്കെതിരെ ഞാൻ രാവിലെ ആരോപണം ഉന്നയിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ കടമ്പറയാറിന്റെ വിരിമാറിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോഴും കടമ്പറയാറിന്റെ ആകാശ സൂര്യൻ ഉദിച്ചിട്ടില്ല. സൂര്യൻ ഉദിക്കാൻ അവിടെ അറിയോ? സൂര്യൻ അങ്ങനെയൊന്നുമില്ല, എവിടെയെങ്കിലും ഉദിക്കാം. മൊത്തത്തിൽ ഇവിടെ വടക്കേതാ തെക്കേതാ ദിക്കൊരുത്തിനോ ആർക്കും അറിഞ്ഞൂടാ. അപ്പോൾ സൂര്യൻ ഉദിച്ചാൽ മാത്രമേ അറിയുള്ളൂ എവിടെ സൂര്യൻ ഉദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ബോഡി ഗാർഡ്സ് ആയിട്ട് വരികയാണോ പറയാൻ? അതെ അതെ, ഇന്ന് സൂര്യൻ ഉദിക്കില്ല എന്നാണ് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ജിജോ പറയുന്നത്. തള്ളു കാരണം അവർക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വഴി മാറി കൊടുക്കണം. വഴി മാറാൻ പറ്റാത്തതാണ് അവർ പുറമേ വരിക. അപ്പോൾ കൃഷ്ണജി ചോദിക്കുക ബോഡി ഗാർഡാണ്. അവരെല്ലാം പറഞ്ഞ് പാവം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കടമ്പറയാറിന്റെ വിശാലമായ പ്രകൃതി മനോഹരമായ സ്ഥലത്താണ്. ഇതാ ഇവിടെ നോക്കുമ്പോൾ കണ്ണത്താ ദൂരത്തോളം നെൽപ്പാടങ്ങൾ, അതിൽ മഞ്ഞു മൂടി അങ്ങനെ കിടക്കുകയാണ്. അവിടെ തെങ്ങിൻ തലപ്പുകൾ, ചെറുതും വലുതുമായ ഒരുപാട് തെങ്ങുകൾ, ചില തെങ്ങ് മണ്ണടച്ച തെങ്ങൊക്കെ ഉണ്ട് കൂട്ടത്തിൽ. പക്ഷെ എങ്കിൽ കൂടി ഒരുപാട് തെങ്ങുകൾ നിറഞ്ഞ തെങ്ങാണോ ഞങ്ങളാണോ എന്ന് ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ട് തല ഉയർത്തി അവിടെയും ഇവിടെയും നിൽക്കുന്ന മൊബൈൽ ടവറുകൾ. ഞാൻ പറഞ്ഞു ശരിയാണോ? കടന്നുപോയി പോയി. എന്നാൽ പോലും നല്ല ഒരുപാട് തെങ്ങുകൾ, പച്ചപ്പുകൾ, അങ്ങനെ ഭയങ്കര എന്താണ് മനസ്സിൽ ഭയങ്കര മൈൻഡ്ഫുൾ ആവും. പലതരം കിളികളുണ്ട്. അപ്പൊ ഈ കിളികൾ പറക്കുന്നത് ശ്രദ്ധിച്ചു. ചില കിളികൾ ഇങ്ങനെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ലൈനായിട്ട് പറക്കും. ചില കുഞ്ഞു കിളികളായിട്ട് അതെ അതെ ചിലത് ഇങ്ങനെ എന്നെ പോലെ തന്നെ ഒരു ഓർഡറും ഇല്ലാതെ കിളി പോയ മട്ടിൽ പറക്കുന്ന കിളികളുണ്ട്. എന്തൊരു സന്തോഷം രാവിലെ, സന്തോഷമായിട്ട് ചേച്ചി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഇപ്പോൾ ഇതിലെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഈ സൂര്യൻ ഉദിക്കുന്ന ദിക്ക് എവിടെയാണെന്ന് ഇവിടെ മനസ്സിലാവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതുവരെ സൂര്യനെ കാണാനില്ല, മൊത്തത്തിൽ മഞ്ഞ് മാത്രമേ ഉള്ളൂ. മാത്രമല്ല പക്ഷേ ഒരു ഗംഭീര കൊക്ക് പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ പിടിക്കാൻ പറ്റും. ആ പോട്ടെ, ഒരുപാട് കിളികളും ഒരുപാട് പക്ഷികളൊക്കെ ഉള്ള ഒരുപാട് സ്ഥലം തന്നെയാണ്. അവിടെ നമുക്ക് ദൂരെ നിന്ന് കാണിക്കുക. അവിടെ
എന്താണ് വീഗാലാൻഡ്. വണ്ടർല എന്ന് പറയുന്ന മറ്റേ അമ്യൂസ്മെന്റ് തീം പാർക്കൊക്കെ ഇവിടെ നിന്ന് കാണാം. അതിന്റെ വലിയ ചക്രം ഇവിടെ നോക്കിയാൽ കാണാം. അങ്ങനെ ഇത് നഗരവും ഗ്രാമവും കൂടെ ചേർന്ന് സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മഹാനഗരത്തിലോട്ട് ഏതാനും കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. എന്നാൽ ഇതിനകത്തേക്ക് കയറിയാൽ ഇവിടെ നിന്ന് കിളികളുടെ പക്ഷികളെ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു തനി ഗ്രാമം, നല്ല ഒന്നാന്തരം നല്ല സുഖമുള്ള ഒരു ഗ്രാമമായി തോന്നുകയും ചെയ്യും. നമുക്ക് വാർത്ത കൂടി പറയണം. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മനോജ് കുമാർ ഉണ്ട്, അനോറ ഉണ്ട്, മിനി ബാബു ഉണ്ട്, നിഷാൻ ഉണ്ട്, സുഹൈല റഷീദ് ഉണ്ട്. നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ വരിയായിട്ട് നിൽക്കുന്നത്? തല്ലാൻ വല്ലതാണ് നമ്മൾ അന്ന് സൂര്യന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? അതാ ദണ്ടിവൻ കാണിക്കുന്നത് അങ്ങോട്ടൊന്ന് കാണിക്കുന്നില്ല, അവൻ കാണിക്കുന്നത് അങ്ങോട്ടൊന്ന് കാണിക്കുന്നത്. എടാ എവിടെടാ സൂര്യൻ വരുന്നത്? 4 പേര് 4 സൈഡിലാണ് കാണിക്കുന്നത്. രാവിലെ റീൽസ് എടുക്കാനൊന്നുമില്ല, വെറുതെ ഒരു ഫോട്ടോ എടുക്കാൻ. നാട്ടിലെവിടാ? മണ്ണാർക്കാട്. അവിടുന്ന് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ വന്നാണോ? അല്ലല്ല, ഇവിടെ വർക്ക് ചെയ്യാൻ, ഇൻഫോ പാർക്ക് വർക്ക് ചെയ്യാം. ഓ മൈ ഗോഡ്, ഇത് ആർക്കും എടുക്കാനേ? ഇത് വെറുതെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട്. ഒരു നാണമൊക്കെ ഈ പൂവൊക്കെ ആർക്കെങ്കിലും കൊടുക്കുകയും ഈ കാട്ടുപൂവൊക്കെ ആർക്കെങ്കിലും കൊടുക്കുകയും ചെയ്യും. കാട്ടുപൂവിന് മണ്ണാർക്കാട് എവിടെയാ സൂര്യൻ ഉദിക്കുന്നതെന്നൊരു ചോദ്യം നമ്മുടെ അമൽ പ്രൊഡ്യൂസർ ചോദിക്കുന്നത്. സാധാരണ കിഴക്കാണ് ഉദിക്കുന്നത്, എല്ലായിടത്തും കിഴക്കാണ് ഉദിക്കുന്നത് അല്ലേ? ഇൻഫോ പാർക്കിലൊക്കെയാണ് ജോലി. ഓക്കെ, അപ്പൊ ടാറ്റാ, കാണാം. അതെ, വയറ് നിറച്ച് ബുദ്ധി എന്നൊക്കെയാ പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഒരു വാർത്തയിലേക്ക് പോകുന്നു. കൊല്ലത്തിന്റെ ചരിത്രം അഷ്ടമുടിക്കായലുമായി ചേർന്ന് കിടക്കുന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. അഷ്ടമുടിക്കായൽ നാടിന്റെ സമ്പത്താണ്, സ്വത്താണ് എന്ന് പറയുന്നു ധനമന്ത്രി. പി കെ സുധീറിന്റെ അഷ്ടമുടിക്കായൽ ഇഷ്ടക്കാർ എന്ന പുസ്തകം കൊല്ലത്ത് പ്രകാശനം ചെയ്യുകയായിരുന്നു ധനമന്ത്രി. അഷ്ടമുടിക്കായലിന്റെ പ്രാധാന്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന കാലത്ത് പി കെ സുധീറിന്റെ പുസ്തകത്തിന് വലിയ മാനങ്ങളുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. അഷ്ടമുടിയുടെ ഇഷ്ടക്കാരെന്ന് പേരിട്ടിരിക്കുന്ന പുസ്തകം അഷ്ടമുടിയുടെ തീരത്തുള്ളവരെക്കുറിച്ചുള്ള ജീവരേഖയെന്നും മന്ത്രി. പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എം മുകേഷ് MLA ക്ക് നൽകി പ്രകാശനം ചെയ്തു. അഷ്ടമുടിയെക്കുറിച്ചുള്ള തന്റെ ഓർമ്മകൾ പങ്കുവച്ച് എം മുകേഷ് MLA. ഒരു നാടിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ലോകത്തെ ഏത് നാട്ടിൽ ചെന്നാലും ആ നാടിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ പല 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 കാര്യങ്ങൾ നമ്മൾ റെഫർ ചെയ്യുന്നതിന് പകരം വളരെ പ്രശസ്തമായ ഒരു നോവൽ, ആ നാടിനെ കുറിച്ചുള്ള ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ ആ നാടിന്റെ സംസ്കാരവും ആ നാടിന്റെ ഓക്യുപ്പേഷൻ, ആ നാടിന്റെ ചരിത്രം, ആ നാടിന്റെ ആൾക്കാരുടെ സ്വഭാവം, ഇങ്ങനെ പല പല കാര്യങ്ങൾ ഒരു കഥയിലൂടെ നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ കഴിയും. കൊല്ലം NGO യൂണിയൻ ഹാളിൽ നടന്ന പരിപാടിയിൽ ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ അധ്യക്ഷനായി. മേയർ പ്രസന്ന ഏണസ്റ്റ് വിശിഷ്ടാതിഥിയായി. KP സജിനാഥ് പുസ്തകം പരിചയപ്പെടുത്തി. 24 കൊല്ലം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോഴും സൂര്യൻ ഉദിക്കുന്നത് കിട്ടിയിട്ടില്ല നമുക്ക്. ഇവിടെ സുധാ വിശ്വൻ നമുക്ക് കമന്റ് ബോക്സിൽ പറയുകയാണ്, അടൂരിൽ മഴയാണ് ഹാഷ്മി. ഇന്ന് പന്തളത്ത് അയ്യപ്പന്റെ അമ്പലത്തിൽ 12 വിളക്കിന്റെ ആഘോഷമാണ് എന്ന് പറയാണ്. ഹാഷ്മിയുടെ നാടാണ്, പിന്നെ നമ്മുടെ നാടാണ്, മാത്രമല്ല അയ്യപ്പനുമായി അഭേദ്യമായ ബന്ധമുള്ള നാടാണ്. അപ്പൊ നമുക്ക് പന്തളത്ത് നിന്ന് നേരെ നമുക്കൊന്ന് ശബരിമലയിൽ പോയാലോ? സാക്ഷാൽ അയ്യപ്പന്റെ നാട്ടിലോട്ട് ശബരിമല. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. അപ്പോൾ പ്രേക്ഷകരെ, ശബരിമലയിൽ നിന്നുള്ള വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹാഷ്മി, നമുക്ക് അവിടെ ഈ സന്നിധാനത്ത് ഒരു അനൗൺസ്മെന്റ് ഡെസ്ക് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ കേൾക്കാം, ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് അടൂരിൽ നിന്ന് വന്ന ഹാഷ്മി താജ് ഇബ്രാഹിമിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഹാഷ്മിയുടെ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള അനൗൺസ്മെന്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ന് വാർത്തയും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. അപ്പോൾ തിക്കിലും തിരക്കിലും പെട്ട് കൂട്ടം തെറ്റിപ്പോകുന്ന അവിടുത്തെ ഇപ്പോൾ ഒരുപാട് അങ്ങനെ സ്ഥിരം പതിവാവുന്നില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ അനൗൺസ്മെന്റ് കേന്ദ്രം അവർക്ക് വലിയ ആശ്വാസമാണ്. സന്നിധാനത്തെ നടപ്പന്തലിനടുത്താണ് ഈ ആശ്വാസ കേന്ദ്രം. ഭക്തരെ സഹായിക്കാൻ കർണാടക സ്വദേശിയായ MM കുമാറും മലയാളിയായ AP ഗോപാലും വർഷങ്ങളായി അവിടെ സേവനം അനുഷ്ഠിക്കുകയാണ്. ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടെ കുമാർ ശബരിമലയിൽ 1/4 നൂറ്റാണ്ട് 25 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. അയ്യപ്പ ദർശനത്തിനായുള്ള ഈ ഓട്ടപ്പാച്ചിലിൽ കൂട്ടം തെറ്റിപ്പോകുന്നത് പതിവാണ്. കൂടെയുള്ളയാളെ കാണാതായാൽ പിന്നെ ഓടിയെത്തുന്നത് ഈ ദേവസ്വം ബോർഡ് പബ്ലിസിറ്റി ഓഫീസിന് മുന്നിലേക്കാണ്. കൂട്ടം പിരിഞ്ഞ് അയ്യപ്പ ഭക്തന്മാർ ശ്രദ്ധിക്കുക. കൊല്ലം ചവറ എന്ന സ്ഥലത്തുനിന്ന് വന്നിരിക്കുന്ന ലാലുസ്വാമി തങ്ങൾ സന്നിധാനത്തോ പരിസരത്തോ ഉണ്ടെങ്കിൽ സന്നിധാനം പബ്ലിസിറ്റി ഓഫീസ് എത്തിച്ചേരേണ്ടതാണ്.
വഴിയൂർ എന്നിടത്തിലിருந்து ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ ദിവ്യ ദർശനം ചെയ്യുന്നതുള്ള രാംദാസ് സ്വാമി താങ്കൾ സന്നിധാനം ചുറ്റുപുറത്തിൽ എങ്കിരുന്നാലും കർണാടക ചിക്കമംഗലൂർ സ്വദേശിയായ എം കുമാർ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ അനായാസം അനൗൺസ് ചെയ്യും. എല്ലാ വർഷവും മണ്ഡല മകരവിളക്ക് കാലത്ത് മുഴുവൻ ശബരിമലയിലുണ്ടാകും. 1999 സന്നിധാനത്തെത്തിയപ്പോഴാണ് വിവിധ ഭാഷകളിൽ അനൗൺസ് ചെയ്യുന്ന ഒരാളെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നതും കുമാറിനെ ആ ചുമതല ഏൽപ്പിക്കുന്നതും. പമ്പയിൽ നിന്ന് ഒരു 10 രൂപയുടെ ചൂലെടുത്തിട്ട് ഒരു പമ്പയിൽ നിന്ന് നീലിമല വരെ ക്ലീൻ ചെയ്ത് ഈ ഒരു പുണ്യ ഭഗവാന്റെ ഒരു സേവനയായിട്ട് വന്നത് അയ്യപ്പൻ കൊണ്ടുവന്ന് ഇവിടെ എന്നെ ഇരുത്തി അനൗൺസറായി ഇത് കൊച്ചു മക്കളും പോലീസ് സ്വാമിമാർ വിളിച്ചുകൊണ്ട് വന്നിട്ട് അത് ഏത് ലാംഗ്വേജിൽ നിന്ന് മക്കൾക്ക് ഒരു ധൈര്യമായിട്ട് ആ ലാംഗ്വേജ് പറയാനോ അറിഞ്ഞുകൂടാ, കരച്ചിലായിരിക്കും. ആ കുട്ടീനെ ഇരുത്തിയിട്ട് ആ കുട്ടീൻ്റെ ശൈലിയിൽ അവരുടെ ഭാഷയിൽ അവരുടെ ഒരു ഇതിൽ ചിരിച്ച് ഇപ്പം വരും 2 മിനിറ്റിൽ അച്ഛൻ വരും ഞാനിപ്പോൾ വിളിച്ച് പറയാമെന്ന് പറയുമ്പോൾ കുട്ടി കരണിത് നിർത്തും. അപ്പോൾ ആ കുട്ടീനെ വിളിച്ച് അനൗൺസ് ചെയ്തിട്ട് ആ കുട്ടി കരയുമ്പോൾ ആ ഒരു ആവേശത്തിൻ്റെ ഒരു ഇതും ആ കുട്ടീൻ്റെ അച്ഛൻ വന്ന ശേഷം ആ കുട്ടീൻ്റെ ഒരു തെളിവായ ഒരു സന്തോഷം, ആ ഒരു സന്തോഷത്തിനെ കാണുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസ് അയ്യപ്പനക്ക് വളരെ ഇഷ്ടമായി. എം കുമാറിന് പുറമെ മലയാളത്തിൽ 25 വർഷമായി അനൗൺസ് ചെയ്യുന്ന കോഴഞ്ചേരി സ്വദേശി AP ഗോപാലനും പരിചിത മുഖമാണ്. കൂട്ടം പിരിയുന്നവരും അവരെ അന്വേഷിക്കുന്ന ഭക്തജനങ്ങളും സന്നിധാനം വലിയ നടപ്പന്തലിൽ പ്രവർത്തിക്കുന്ന പബ്ലിസിറ്റി കം ഇംപ്രൂവ്മെന്റ് സെന്ററിലെത്തി ഉച്ചഭാഷണിയിലൂടെ കൂടെ വന്നവർക്ക് അറിയിപ്പ് നൽകി. കുട്ടികളും മാളികപ്പുറങ്ങളുമാണ് കൂട്ടം തെറ്റുന്നതിലേറെയും. ഓരോ മിനിറ്റിലും നിരവധി ഭക്തരാണ് ഈ അനൗൺസ്മെന്റ് വഴി ഉറ്റവരെ കണ്ടെത്തുന്നത്. ക്യാമറമാൻ NS സജീവിനൊപ്പം MG പ്രതീഷ്, 24 സന്നിധാനം. നമ്മൾ കടമ്പറയാറിന്റെ തീരത്താണ്. കടമ്പറയാറിൽ ഇപ്പോഴും സൂര്യ ഉദിക്കുന്ന പ്രേക്ഷകർ കാണിക്കണമെന്ന് വിചാരിച്ച് നടന്നില്ല. ചെറിയ മേഘമുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത, ഇവിടുത്തെ സൂര്യോദയം ഭയങ്കര ഭംഗിയാന്ന് പറഞ്ഞ് കേട്ട് വന്നായിരുന്നു. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മഴക്കാറുള്ളത് കാരണമാണ് സൂര്യൻ കൊണ്ടും പുറത്തോട്ട് വരാൻ മടി. ചെറിയ മഴക്കാരനെ ഒളിപ്പിക്കാൻ പറ്റുന്നതാണോ സൂര്യൻ? അല്ലെങ്കിൽ കൂടിയും നല്ല മഴക്കാറുണ്ട്, സൂര്യന് ചെറിയ മടി, രാവിലെ പുറത്തോട്ട് വരാൻ ചെറിയ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അല്പസമയത്തിന് അത് വരുമെന്നാണ് ഇവർ പറയുന്നത്. അതിൽ ആ ഭാഗത്താണ് എന്നും അറിയാൻ കഴിഞ്ഞു. എന്തായാലും നമ്മൾ 7 മണിക്ക് കാണിക്കാൻ പറ്റുന്നത് കാണിക്കും നമ്മൾ. അപ്പോൾ പത്രം നോക്കി കഴിഞ്ഞാൽ ഇവിടെ മാതൃഭൂമി ഇന്നിപ്പോൾ എല്ലാം ഒരു വലിയ ജാക്കറ്റ് പരസ്യമൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ 1ാം പേജ് ഫ്രണ്ട് പേജ് പരസ്യം. പത്രക്കാരൻ പൈസ ഇട്ടെ. അതാണ് മാതൃഭൂമി പറയാണ്, ചതച്ചരച്ചു 5 ജീവൻ, ലോറി ഓടിച്ചത് ഗതാഗതം തടഞ്ഞ റോഡിലൂടെ മദ്യലഹരിയിൽ ലക്കില്ലാത്ത ഡ്രൈവിനെ കുറിച്ച് ഇന്നലെ നമ്മൾ കണ്ട വളരെ വേദനാജനകമായ സങ്കടകരമായ ആ വാർത്തയുടെ വിശദാംശം തന്നെയാണ്. പിന്നെ അവരുടെ ഒരു ബന്ധുക്കളുടെ ഒരു ചിത്രം വല്ലാത്ത വേദനയാണ്. അതെ, അതുപോലെ തന്നെ മനോരമയുടെ ആദ്യത്തെ പേജിലും അതേ വാർത്തയുണ്ട്. 5 മരണം കൂട്ടക്കുരുതി എന്ന പേരിലാണ് മനോരമ അത് കവർ ചെയ്തിരിക്കുന്നത്. പിന്നീട് ADMന്റെ മരണം, ഭാര്യ ഹൈക്കോടതിയിൽ, CBI വരണം എന്ന് പറയുന്ന വാർത്തയുണ്ട്. പിന്നെ അതിൻ്റെയൊക്കെ സൈഡിൽ ഈ പറയുന്ന ദുഃഖവാർത്തകൾക്കും സീരിയസ് വാർത്തകൾക്കും ഒക്കെ ഇടയിൽ നടനം മോഹനം കുറുപ്പമ്പടിയിൽ ആരംഭിച്ച ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മോഹിനിയാട്ടം HS സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയ പവിത്ര മനോജ്, ഹോളി ഫാമിലി HS. അപ്പോൾ പവിത്ര എന്തായാലും സാഹചര്യവശാൽ കണ്ടതാണ്. കൺഗ്രാറ്റുലേഷൻസ് എല്ലാ കുട്ടികൾക്കും. ഇവിടെ മുഖ്യമന്ത്രി അറിയാൻ നവകേരളവും ദാരിദ്ര്യത്തിലാണ് എന്ന സരിത്തിന്റെ ഒരു ബൈലൈനിൽ കണ്ണൂരിൽ നിന്നൊരു വാർത്തയുണ്ട്. അത് പറയുന്നത് ഫെലോഷിപ്പ് തുക മാസങ്ങളായി കുടിശ്ശികയാണ്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഫെലോഷിപ്പ് തുക എന്ന പ്രഖ്യാപനവുമായി തുടങ്ങിയ മുഖ്യമന്ത്രിയുടെ നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിന് പണമില്ല. 4 മാസത്തെ ഫെലോഷിപ്പ് കൃത്യമായി ലഭിക്കാത്തതിനാൽ പല ഗവേഷകരും കടക്കണിയിലാണ്. ഗവേഷകർ 150 ഉണ്ടെന്നൊക്കെ റിസർച്ചുകാർക്ക് വേണ്ടിയുള്ള ഒരു വാർത്തയാണ്. നമ്മൾ നേരത്തെ SC/ST വിഭാഗത്തിൽപ്പെടുന്നവരുടെ ഈ പറഞ്ഞ ഫെലോഷിപ്പ് തുക ഒക്കെ വല്ലാതെ മുടങ്ങിക്കിടക്കുന്ന വാർത്ത കൊടുക്കുകയും അതെനിക്ക് തോന്നുന്നു ഇതിനോട് ഇപ്പോൾ ആ ഫണ്ടുകൾ എത്തിയിട്ടുണ്ട്. കിട്ടി തുടങ്ങിയോന്ന് അറിയില്ല, അതൊന്ന് അന്വേഷിക്കണം. എന്തായാലും അങ്ങനെ വിവിധ ഫെലോഷിപ്പുകൾ മുടങ്ങിക്കിടക്കുന്ന വാർത്ത കുറേ ദിവസമായി വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യം ഒരു വാർത്ത അത് വളരെ അത് ശ്രദ്ധിക്കേണ്ട, സർക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത. ഒരു കൗതുകമുള്ള വാർത്തയുണ്ട്. നെടുമ്പാശ്ശേരിയിൽ വിദേശി പൂച്ചക്കുട്ടി നാളെ കൊച്ചിയിലെത്തും. കൊച്ചി വിമാനത്താവളം വഴി വിദേശത്തു നിന്നുള്ള ആദ്യ ഓമന മൃഗം നാളെ കൊച്ചിയിലെത്തും. ബെൽജിയത്തിലെ ബ്രസൽസിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ദേവിക എന്ന വീട്ടമ്മയോടൊപ്പമാണ് അവരുടെ ഓമനയായ പൂച്ചക്കുട്ടി എന്ന്. അപ്പോൾ പൂച്ചക്കുട്ടി വരട്ടെ. ഈ പൂച്ചകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കൊരു പേരുണ്ട്, എല്യൂറോഫൈൽസ്. രാവിലെ ഒരു വാക്കും. ഇവിടെ കൊച്ചിയിൽ നാവികസേനാ ദിനാചരണത്തിന്റെ ഭാഗമായി നാവികസേന യുദ്ധക്കപ്പലായ INS സുജാതയും നാവിക ഹെലികോപ്റ്ററും കടലിൽ നടത്തിയ അഭ്യാസ പ്രകടനത്തിന്റെ ചിത്രം മനോരമയുടെ അകത്ത് അത് കാണിക്കുമ്പോഴത്തേക്ക് അതുകൊണ്ട് അവിടെ അതൊരു കപ്പൽ ഫോർമാറ്റിലെ കെട്ടിട ബിൽഡിംഗ് ആണെന്ന് അല്ലേ? അത് കപ്പൽ അല്ലല്ലോ? ആണോ? കപ്പലാണോ അത്? അല്ലല്ലോ.
അല്ല അത് ഇവിടെ എന്ത് കാര്യത്തിന് ചോദ്യം ചോദിച്ചാലും ഉത്തരം കിട്ടില്ല ആരോട് ചോദിച്ചാലും. ഒരു കപ്പൽ നിർമ്മിതിയിൽ ഒരു ഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് മറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തോ കേട്ടോ. നമ്മുടെ വിവരമുള്ള പ്രൊഡ്യൂസറിന് അറിയാം. എന്തായാലും ഒരു കപ്പൽ മാതൃകയിലാണ്, അത് കപ്പൽ മാതൃകയിലുള്ള നിർമ്മാണമാണ്. അതിന്റെ ബോർഡൊക്കെ അപ്പുറത്തായത് കാരണം അറിയാൻ കഴിയും. നമുക്ക് അവിടെയൊക്കെ ആളുകൾ വ്യായാമം ചെയ്യുന്നുണ്ട്. ഹാഷ്മി, നമ്മുടെ ഈ ആന്ധ്രാപ്രദേശിലും ശ്രീലങ്കയും അദാനിയുമായിട്ടുള്ള കരാർ, അപ്പൊ ഈ കരാറിന്റെ കാര്യത്തിൽ അവർ ഒന്നും കൂടെ 2ഉം കൂടെ 3ഉം കൂടെ ആലോചിക്കുമെന്ന് പറഞ്ഞ് കരാർ റദ്ദാക്കൽ അദാനിക്ക് വീണ്ടും തിരിച്ചടി, പുനർചിന്തയിൽ ആന്ധ്രയും ശ്രീലങ്കയും. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഫിച്ച് റേറ്റിംഗ് പ്രതീക്ഷ താഴ്ത്തിയിട്ടുണ്ട്. അപ്പൊ അദാനിക്ക് മൊത്തത്തിൽ ചില തട്ടുകേടുകളുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിലും വലുത് ചാടിക്കടന്നവനാണ് ഈ കെ ജോസഫ് എന്ന രീതിയിൽ വരുമോ എന്ന കാര്യവും നമ്മൾ ചിന്തിക്കുന്നു. നമ്മളൊരു അങ്ങനെ പറയുമ്പോൾ നമ്മളൊരു ക്രമക്കേടുകൾക്ക് അതെ അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അദാനിയുടെ തിരിച്ചുവരവുകൾ എന്ന് തന്നെ ഒരു എഴുതാനുള്ളതുണ്ട്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ അത് തീരുന്നില്ല. അതൊരു തവണ വലിയ കേസാണ്, നമുക്കറിയാം. അന്ന് ഈ പറയുന്ന പെൺകുട്ടി നമുക്കടക്കം ചാനലിൽ വന്ന് എന്ത് സംഭവിച്ചു എന്ന് കണ്ണീരോടെ പറഞ്ഞാണ്. ഞാനൊക്കെ ആവേശത്തോടെ ഇൻട്രോ അടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അത് കളി മാറി. വീണ്ടും ആ ഗാർഹിക പീഡന കേസ് വരികയാണ്. എന്തോ മീൻകറി പുളി പോരാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്നലെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, കറിയിലും പുളി മാത്രം കൊടുത്താൽ മീൻ ഇടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് SKN സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. വെരി 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 ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കൃഷ്ണ ചെറിയാൻ, ഹാഷ്മി. നിങ്ങളവിടെ വേണമെങ്കിൽ ഹാഷ്മി എനിക്കൊന്ന് പാലത്തേക്ക് ഇരിക്കുകയാണ് ഹാഷ്മി, അപ്പുറത്ത് വീടരുത് കേട്ടോ. ഓക്കെ, വീണാൽ നമുക്ക് അടുത്ത ഒരു റിപ്പോർട്ട് അവിടെ നിന്ന് ഫയൽ ചെയ്യണം. ഓക്കെ, താങ്ക് യു എന്നാണ് ഹാഷ്മി എപ്പോഴും പറയുക.